Hello everyone, welcome to the brand new paper that is British Literature 18th Century. And ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആണ്, ബ്ലോക്ക് 1-ലെ. And block 1 deals with Daniel Defoe and Robinson Crusoe, if you remember from the introduction lecture. So unit 1 എന്ന് പറയുന്നത് എന്താണ്? Daniel Defoe life, works and Robinson Crusoe ആണ്. So you might know that Daniel Defoe has been celebrated as the father of English novel, and in this particular unit we will get to know about Daniel Defoe more, and also about the 17th and 18th centuries political milieu and social history. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay. So introduction. So before we get into the novel, or before we get into the writer, it is important to know about the political circumstances in which he has lived, so that we will get an informed understanding of the novel. So ആ ഒരു നോവലിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് you have to understand the whole conditions of 17th and 18th century, and അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നുണ്ടാവുക. സോ ഈ പെർട്ടിക്കുലർ നോവൽ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് റീഡിങ്സ് എനേബിൾ ചെയ്യുന്ന ഒരു നോവലാണ്. ഒരു അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ടോ, ഒരു കോഷണറി ടെയിൽ അപ്ഹോൾഡിംഗ് ക്രിസ്ത്യൻ മൊറാലിറ്റി ആയിട്ടോ, ഒരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ആയിട്ടോ, സെലിബ്രേഷൻ ഓഫ് ഇൻഡിവിജ്വലിസം ആയിട്ടോ, ഒരു ഇമ്പീരിയൽ ഫേബിൾ ആയിട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന പല ആംഗിൾസും തുറന്നു തരുന്ന ഒരു നോവലാണ്. സോ ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ ഫ്രം ദീസ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് വ്യൂ, യു ഹാവ് ടു ഹാവ് ആൻ ഹോൾസം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്താണ് ഈ ഒരു ടൈം ഓഫ് ദ പീരീഡ്, ആ ഒരു സെഞ്ചുറിനെ പറ്റിയിട്ട് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, now we will look into biographical details of Daniel Defoe. So Daniel Defoe was born in London in 1660 to James Foe. James Foe and Achan. He is a fairly prosperous man, and ഒരു dissenter ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. He was a dissenter from the Church of England. So traditionally elite schools of his time ആ ഒരു അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായില്ല. He attended Charles Morton Dissenting Academy. അവിടെ സയൻസും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ചു, preparing to a Presbyterian minister. Okay, പക്ഷെ സൂൺ ആ ഒരു പ്ലാൻ വിട്ടിട്ട് പിന്നെ ട്രേഡിലേക്ക് തിരിയാനൊക്കെയാണ് നോക്കിയത്. കുറെ കമേഴ്ഷ്യൽ സ്കീംസ് ഒക്കെ നോക്കി, പിന്നെ മിസറബിളി ബാങ്ക്റപ്റ്റ് ഒക്കെ ആയി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡാനിയൽ ഡിഫോന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. Now we will move on to politico-historical circumstances of 17th and 18th century England. ഇതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So about the political historical circumstances of 17th and 18th century, അപ്പം നമുക്കറിയാം ഡാനിയൽ ഡിഫോ അദ്ദേഹത്തിന്റെ ലക്ക് ട്രേഡിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് ഓൾസോ ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ പൊളിറ്റിക്കലി വോളറ്റൈൽ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ 17th and 18th century. ആ ഒരു സെഞ്ചുറിയുടെ പ്രശ്നങ്ങൾ, ആ ഒരു കുറച്ച് പൊളിറ്റിക്കലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ആ സിറ്റുവേഷനിൽ ഒത്തിരി എന്താണ് ഇൻട്രസ്റ്റ് തോന്നിയ ഒരു മനുഷ്യനായിരുന്നു ഡാനിയൽ ഡിഫോ. ആൻഡ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി അറ്റൈൻഡ് notoriety as a polemic writer, and also because of his status as a religious dissenter. ഒരു ഡിസെൻഡർ ആയിരുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലും ഇദ്ദേഹം ഫേമസ് ആവാൻ തുടങ്ങി. ഡാനിയൽ ഡിഫോ ജനിച്ച വർഷം എന്ന് പറയുന്നത് ചാൾസ് സെക്കൻഡിന്റെ റെസ്റ്റോറേഷന്റെ അതേ വർഷമാണ്. ഓക്കെ, 1660 ജനിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇദ്ദേഹം ചാൾസ് സെക്കൻഡ് ഹെഡ് ഓഫ് ദ ചർച്ച് ആയിട്ടും അതുപോലെ തന്നെ റൂളിംഗ് ഹെഡ് ഓഫ് ഇംഗ്ലണ്ട് ആയിട്ടും രണ്ടായിട്ടും സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഡാനിയൽ ഡിഫോനെ പോലുള്ള പ്രൊട്ടസ്റ്റന്റ് ഡിസെന്റേഴ്സ് കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡാനിയൽ ഡിഫോ ഇതിനു ശേഷം യു ക്യാൻ സീ ദാറ്റ് ഹി ഹാസ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ്. വൺ ഓഫ് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ് ബൈ ഡിഫോ വാസ് റിലീസ്ഡ് ഇൻ 1683, ആൻഡ് അത് കുറെ പൊളിറ്റിക്കോ റിലീജിയസ് ആയിട്ടുള്ള അഫിലിയേഷൻ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ആൻഡ് ആ ഒരു സമയത്താണ് ചാൾസ് സെക്കൻഡ് മരിക്കുന്നതും ആൻഡ് ദെൻ ജെയിംസ് പവറിൽ വരുന്നതും. ഓക്കെ, ജെയിംസ് came to power, and James too was seen as a Roman Catholic, and he was an ally of
ഇംഗ്ലണ്ട്സ് പൊളിറ്റിക്കൽ റൈവൽ ഫ്രാൻസ്. ഫ്രാൻസുമായിട്ട് ഇംഗ്ലണ്ടിന് അത്ര പൊളിറ്റിക്കലി നല്ലൊരു റിലേഷൻ അല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഫ്രാൻസുമായിട്ട് ബന്ധമുള്ള ഒരു കിങ് ആയിരുന്നു ആര്? ജെയിംസ് ടു എന്ന് പറയുന്നത്, ജെയിംസ് സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം യു ക്യാൻ സീ ദാറ്റ് കുറെ പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ജെയിംസ് സെക്കൻഡ് ഓറഞ്ച് റെവല്യൂഷൻ വഴി അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ വഴി വില്യം ഓഫ് ഓറഞ്ച് സക്സീഡ് ചെയ്യും. ഗ്ലോറിയസ് റെവല്യൂഷൻ, ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്ന റെവല്യൂഷൻ വഴി ജെയിംസ് സെക്കൻഡിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് വില്യം ഓഫ് ഓറഞ്ച് എടുക്കുകയാണ്. വില്യം ഓഫ് ഓറഞ്ച് പവർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡാനിയൽ ഡീഫോ, a passionate supporter of William III, William of Orange became William III, became his leading pamphleteer and eulogized this revolution as championing the cause of the Protestant people of England. So കുറെ രീതിയിൽ അദ്ദേഹത്തിന്റെ ആൾക്കാരുടെ പൊസിഷൻസ് മെച്ചപ്പെടുത്താനുള്ള രീതിയിലുള്ള റൈറ്റിംഗ്സ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റിലീജിയസ് മൈനോറിറ്റീസിന്റെ ക്രൂരതകളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ട്. പക്ഷെ however, after William III died, Defoe had a series of setbacks and ഡിസെൻഡർ ആയത് കാരണം കുറെ പ്രാവശ്യം ഇയാളെ പെർസിക്യൂട്ട് ചെയ്യുന്ന പോലെ ഇയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് ഡിസെൻഡേഴ്സ് ആയിട്ടുള്ള ഇവര് ജനറലി വിഗ്സ് ആയിരുന്നു. വിഗ്സ് ചർച്ച് പിന്നെ റോയൽസിനെതിരെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു വിഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വില്യം തേർഡ് മരിക്കുന്ന സമയത്ത് ടോറീസ് അല്ലെങ്കിൽ റോയൽ റെജിമിലുള്ള ആൾക്കാർ പവർ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് ഈ ഒരു ടോറീസത്തിനെതിരായിട്ട് ഡീഫോ റോട്ട് ദ ഷോർട്ടസ്റ്റ് വേ വിത്ത് ദ ഡിസെൻഡേഴ്സ് എന്നുള്ള പാംഫ്ലെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. വേർ ഈ ലാംപൂൺഡ് അഗെയിൻസ്റ്റ് ദി ഹൈ ആംഗ്ലിക്കൻ എക്സ്ട്രീമിസം. ആൻഡ് അത് കാരണം ഇദ്ദേഹത്തിന് ഇംപ്രിസൺമെന്റ് ഒക്കെ സഫർ ചെയ്യേണ്ടി വന്നു. റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഹി വാസ് സ്റ്റക്ക് ഇൻ പബ്ലിക് പില്ലറി ഫോർ 3 days. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഡീഫോ പിന്നെ സബ്സിക്വന്റ് മിനിസ്ട്രീസിൽ പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിട്ടും സ്പൈ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസിന് ടോറി പാർട്ടിയിലേക്ക് ഇയാളുടെ അലീജൻസ് മാറ്റാനും ഉള്ള കാരണമാവുന്നതുകൊണ്ട്. പിന്നെ ക്വീൻ ആൻ ആണ് അടുത്ത വരുന്നത്. ക്വീൻ ആനിന്റെ പാംഫ്ലെറ്റിയർ ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനാൻഷ്യലി. ആൻഡ് ഹി ഡൈഡ് ഓഫ് എ സ്ട്രോക്ക് വൈൽ ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ഒരു ക്രെഡിറ്ററിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് സ്ട്രോക്ക് വന്ന് മരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ സിറ്റുവേഷൻ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ, we have Daniel Defoe life works and the English novel. ഇതാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. 1719 ആയപ്പോഴത്തേക്ക്, മാർക്ക് ദ ഇയർ 1719 ആയപ്പോഴത്തേക്ക് ഡാനിയൽ ഡീഫോന്റെ മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക് ആയിട്ടുള്ള റോബിൻസൺ ക്രൂസോ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ആക്ച്വലി ഡാനിയൽ ഡീഫോ ഒരു 2 decades ഓഫ് ഹിസ് ലൈഫ് സ്പെൻഡ് ചെയ്തത് പാംഫ്ലെറ്റ്സും പീരിയോഡിക്കൽസും പൊളിറ്റിക്കൽ ട്രാക്സും എഴുതിയിട്ടായിരുന്നു. ഫിക്ഷണൽ നറേറ്റീവ്സ് എല്ലാം പിന്നെ എഴുതി തുടങ്ങിയത് 1719, 1724 കാലഘട്ടത്തിലാണ്. ഒത്തിരി ഫിക്ഷണൽ നറേറ്റീവ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു സൂൺ ആഫ്റ്റർ റോബിൻസൺ ക്രൂസോ, വിച്ച് ഇൻക്ലൂഡഡ് ഇറ്റ്സ് സീക്വൽ ഓൾസോ, ദ ഫാദർ അഡ്വെഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ, ആൻഡ് സീരിയസ് റിഫ്ലക്ഷൻസ് ഡ്യൂറിംഗ് ദ ലൈഫ് ആൻഡ് സർപ്രൈസിംഗ് അഡ്വെഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ. പിന്നെ മോൾ ഫ്ലാൻഡേഴ്സ്, കേണൽ ജാക്ക്, ക്യാപ്റ്റൻ സിംഗിൾട്ടൺ, മെമോയേഴ്സ് ഓഫ് എ കവേലിയർ, ജേർണൽ ഓഫ് ദ പ്ലേഗ് ഇയർ ആൻഡ് റോക്സാന. ഇതൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ്. ഈ നറേറ്റീവ്സ് എല്ലാം ഒരു ഇംഗ്ലീഷ് നോവലിന്റെ പ്രോജനിറ്റർ ആയിട്ട് ഇദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ദ റൈസ് ഓഫ് ദ നോവൽ എന്ന് പറയുന്ന വർക്കില് ഇയാൻ വാട്സ് റിയലിസം അല്ലെങ്കിൽ ഇംഗ്ലണ്ടില് റിയലിസം നോവലിൽ കൊണ്ടുവരുന്ന അതിനെ പറ്റിയിട്ട് ഒരു ട്രജക്ടറി എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കൊണ്ടുവന്നത് ഡാനിയൽ ഡീഫോയിലെ വർക്സിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാനിയൽ ഡീഫോ, സാമുവൽ റിച്ചർഡ്സൺ, ഹെൻറി ഫീൽഡിംഗ് ഇവരുടെ വർക്സിലാണ് റിയലിസ്റ്റിക് മോഡ് ഓഫ് റൈറ്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെന്ന് ഇയാൻ വാട്സ് ദ റൈസ് ഓഫ് ദ നോവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ സമയത്തെ നോവൽ എന്ന് പറയുന്നത് ഒരു കോർട്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ പ്രൈമർലി ഒബ്സസ്ഡ് വിത്ത് ദ ഐഡിയാസ് ഓഫ് ഷിവൽറി ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
ആൻഡ് നൈറ്റ്സിന്റെയും ലേഡീസിന്റെയും കഥകള്, ഫെന്റാസ്റ്റിക്കൽ എക്സ്പെഡിഷൻസ് ഇൻ പിക്ചറസ് ലാൻഡ്സ്കേപ്സ്, ഇതെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, വൈൽ കോഡ്ലി ഫോംസ് ഓഫ് ലിറ്ററേച്ചർ necessitated a taste refined by education and classical learning and cultivated leisure, the novel started assuming conspicuousness from the 18th century onwards. അപ്പോൾ ഈ തരത്തിലുള്ള നോവൽസ് ക്ലാസിക്കൽ ലേണിംഗ് ഒക്കെ വേണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഒരു കോൺസ്പീക്വസ്നെസ് നമുക്ക് 18th സെഞ്ചുറി മുതൽ നോവൽസിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് റിയലിസ്റ്റിക് നോവൽ വരുന്നത് ഈ ഒരു സമയത്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, മാജിക്കൽ ആയിട്ടുള്ള ഔട്ട്ലാൻഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റിയലിസ്റ്റ് ആയിട്ടുള്ള നോവൽസ്, ഒരു സോഷ്യൽ റിയാലിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന നോവൽസ് പതിയെ പതിയെ വരാൻ തുടങ്ങി. പബ്ലിക്കേഷൻ ഓഫ് റോബിൻസൺ ക്രൂസോ ഇൻ 1719 അത് എക്സ്ട്രീംലി ക്രൂഷ്യൽ ഇവന്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്റററി എസ്തെറ്റിക്സ് ആയിട്ട് മാറി. Certainly there have been prose narratives before Defoe appeared on the literary scene. ഉണ്ടായിരുന്നു. ഓക്കെ, ലിറ്റററി സീനിൽ ഡിഫോ വരുന്നതിന് മുന്നേ തന്നെ ഒത്തിരി നറേറ്റീവ്സ് ഉണ്ടായിരുന്നെങ്കിലും ഈ നറേറ്റീവ് എന്ന് പറയുന്നത് ഒത്തിരി ഒത്തന്റിസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്ത ഒരു നല്ല നോവലായിരുന്നു. നറേറ്റീവ് സ്റ്റൈൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. ആൻഡ് റിയലിസം ഫോർഗ്രൗണ്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ നോവലായിരുന്നു. Now, ഇനി നമ്മളിപ്പോൾ റിയലിസം എന്ന് പറയുമ്പോഴത്തേക്ക് ദർ വാസ് പ്രോബ്ലം വിത്ത് ഡെഫിനിഷൻസ് ഓഫ് റിയലിസം ആൻഡ് അത് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ റിയലിസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എപ്പോഴും സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് പ്രീ ഗിവൺ ആയിട്ടുള്ള ആ ഒരു റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് എപ്പോഴും പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയപ്പെടുന്നുണ്ടായിരുന്നു. സോ ദർ വാസ് കൺഫ്യൂഷൻ റിഗാർഡിംഗ് വാട്ട് എക്സാക്ട്ലി ഇസ് റിയലിസം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ നെവർ മിറർ റിയാലിറ്റി വിത്ത് കംപ്ലീറ്റ് ഫെയ്ത്ത്ഫുൾനെസ് സിംപ്ലി ബിക്കോസ് എല്ലാ പീസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് വോയിസിൽ നിന്ന് എഴുതിയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ് ഇൻവോൾവിങ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഓഫ് ദ റൈറ്റർ ഓൾസോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫെയ്ത്ത്ഫുള്ളി അത് തന്നെയാണ് സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റി തന്നെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾസോ ഇൻവോൾവ്സ് ദ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഓഫ് ദ റൈറ്റർ. ആൻഡ് റിയാലിറ്റിയുടെ ഇമിറ്റേഷൻ ആയിട്ട് മാത്രം അതിനെ കുറച്ച് കാണാൻ സാധിക്കാതെ റൈറ്ററിന്റെ ഒരു റൈറ്ററിന്റെ ഒരു ഇമാജിനേഷനും റൈറ്ററിന്റെ ഒരു എഫേർട്ടും അതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ജസ്റ്റ് സിംപ്ലി മിററിംഗ് ദ സോഷ്യൽ റിയാലിറ്റി അല്ല. ഓക്കെ, so with this we come to the end of unit 1 lesson 1. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡാനിയൽ ഡീഫോന്റെ ലൈഫ് ആൻഡ് വർക്ക്സും സോഷ്യോ പൊളിറ്റിക്കൽ മില്യൂ ഓഫ് 17th 18th സെഞ്ചുറി ആണ്. ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റൈറ്റിംഗ്സ് ഓഫ് ഡീഫോ, അതിന്റെ ഒരു സ്റ്റൈലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ വി ടോക്ക്ഡ് അബൌട്ട് റിയലിസം. Now in the next lesson we will be talking about Robinson Crusoe's summary. So I'll be meeting you there. So till then, happy learning, and I'll be back with yet another video. Thank you.